പെട്രോൾ വണ്ടിയാണ് അടിപൊളി. ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. വാങ്ങുകയാണെങ്കിൽ പെട്രോൾ വണ്ടി തന്നെ മേടിക്കണം. ഡീസൽ വണ്ടിയിൽ ടർബോ ഉണ്ട്, വാങ്ങുകയാണെങ്കിൽ ഡീസൽ വണ്ടി തന്നെ മേടിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിബേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പെട്രോൾ വണ്ടിയാണോ ബെസ്റ്റ്, ഡീസൽ വണ്ടിയാണോ ബെസ്റ്റ് എന്നുള്ളത്. ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ഡീസൽ എടുക്കണോ പെട്രോൾ എടുക്കണോ. എല്ലാം നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ EVയുടെ കേസ് പറയുമ്പോഴും നമ്മൾ യൂസേജ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഡെയിലി ഒരു 60-80 കിലോമീറ്റർ ഓടാനുണ്ടെങ്കിൽ ഗോ ഫോർ EV. അതിൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഡെയിലി 80 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മാസം ഒരു 3000 കിലോമീറ്റർ ആയി. മാസം 3000 കിലോമീറ്റർ പെട്രോൾ ഡീസൽ വണ്ടിയിൽ ഓടുക എന്ന് പറഞ്ഞ 3 മാസം കൂടുമ്പോൾ നമ്മൾ വണ്ടി സർവീസ് ചെയ്യണം. അത്രയും നാളത്തെ ഫ്യൂൽ കോസ്റ്റ് ഒക്കെ നോക്കുമ്പോഴെന്ന് പറയുമ്പോൾ മേ ബി 1-2 വർഷം കൊണ്ട് തന്നെ അതേപോലെ ഒരു പുതിയ വണ്ടി വാങ്ങാനുള്ള പൈസ നമ്മൾ ആ വണ്ടിയിൽ ഫ്യൂൽ അടിച്ച് മാത്രം തീർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഓട്ടം ഉള്ളവർക്ക് ഞാൻ ഡെയിലി ഓഫീസിൽ പോയി വരുന്നവര് അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരം പോയി വരുന്നവര് ഗോ ഫോർ EV എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു പ്രവാസിയാണ്, വല്ലപ്പോഴും നാട്ടിൽ വരത്തേ ഉള്ളൂ. നാട്ടിൽ വരുമ്പോൾ ജസ്റ്റ് ഫാമിലി ആയിട്ട് കറങ്ങുക, അങ്ങനെ ഒരു യൂസേ ഉള്ളൂ. തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വണ്ടിക്ക് വലിയ ഓട്ടോ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാണ് വണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരാണ് വണ്ടി റെയർലി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ പെട്രോൾ എന്നേ ഞാൻ പറയുള്ളൂ. അതേസമയം നിങ്ങൾ നാട്ടിലുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ട്രിപ്പ് പോകാറുണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്, ഒരു ആവറേജ് ഒരു മാസത്തിൽ ഒരു 1000-1500 കിലോമീറ്റർ ഒക്കെ ഓടാറുണ്ട് എന്നുണ്ടെങ്കിൽ, മൈലേജ് കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഡീസൽ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല്. ഇതിൽ എവിടെയാണ് എക്സ്പെൻസിന്റെ കേസ് എന്ന് പറഞ്ഞാല് പറഞ്ഞുതരാം. അതായത് പെട്രോൾ വണ്ടികൾക്ക് ഡീസൽ വണ്ടികളെക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് കോസ്റ്റ് കുറവായിരിക്കും. സർവീസ് കോസ്റ്റ് കുറവെന്ന് പറയാൻ കാരണം ബേസിക്കലി പെട്രോൾ വണ്ടികളിൽ കൂടുതലും ഇലക്ട്രോണിക് പാർട്സ് ആയിരിക്കും കൂടുതൽ, ഡീസൽ വണ്ടികൾക്ക് മെക്കാനിക്കൽ പാർട്സ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് വെള്ളമൊക്കെ ഉള്ളിടത്ത് പെട്രോൾ വണ്ടി കൊണ്ട് ഇറക്കുന്നതിനേക്കാൾ ഡീസൽ വണ്ടി നമുക്ക് കുറച്ചുകൂടി കൊണ്ട് ഇറക്കാം. കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ വണ്ടികൾ നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ വണ്ടികളിൽ എല്ലാത്തിലും ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ കൂടുതലാണ്, ഇലക്ട്രോണിക് കോമ്പോണൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പെട്രോൾ വണ്ടിയെ സംബന്ധിച്ച് നമ്മളിപ്പം 1 മാസം അല്ലെങ്കിൽ 2 മാസം എടുക്കാതെ കിടന്നാൽ പോലും പ്രത്യേകിച്ച്, അതായത് ഫ്യൂല് നമ്മൾ ഒരു ഹാഫ് ടാങ്ക് എങ്കിലും നമ്മൾ ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ബാറ്ററി ചെക്ക് ചെയ്ത് ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോവാം. പക്ഷെ ഡീസൽ വണ്ടിയുടെ കേസിൽ ഡീസൽ വണ്ടിക്ക് ഇപ്പോൾ ഓയിലായാലും എല്ലാ കോമ്പോണൻസും ഡിഫറൻസ് ആണ്. ഇപ്പൊ ചിലർ ചിന്തിക്കും, ഇപ്പൊ ചില പമ്പുകളിൽ പോകുമ്പോൾ പെട്രോൾ വണ്ടിയിൽ പെട്രോളിന് പകരം ഡീസൽ ഒഴിക്കുന്നു, ഡീസൽ വണ്ടികൾക്ക് പകരം പെട്രോൾ ഒഴിക്കുന്നു. അപ്പൊ ഇത് ഒരു ഫ്യൂവലിന്റെ ഡിഫറൻസ് മാത്രമല്ല, എൻറ്റയർലി ഇപ്പം വരണ പോലും പെട്രോളും ഡീസലും കണ്ട ഒരേപോലെ ഇരിക്കും എന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ വരുന്ന കോറായിട്ടുള്ള സാധനങ്ങളെല്ലാം മാറ്റമാണ്. അത് നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരു വണ്ടിയാണെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും എഞ്ചിൻ ബേ അല്ലെങ്കിൽ ഉഡ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് ആണെന്ന്. ഇത് ഈ വണ്ടിയിലിരിക്കുന്ന സാധനമേ അല്ല പെട്രോൾ വണ്ടിയിലിരിക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തുമാത്രം ഡിഫറൻസസ് ഉണ്ടെന്നുള്ളത്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വർക്കിങ്ങും അല്ലെങ്കിൽ ഇതിന്റെ കോമ്പൗണ്ട്സും എല്ലാം ഡിഫറൻസ് ആണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പം ഫ്യൂല് മാറി അടിച്ചു പോയാലും, കാരണം നമ്മൾ ചിന്തിക്കും എന്തായാലും ഇന്ധനമല്ലേ, അത് കത്തി ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കൂടി എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഡീസൽ വണ്ടികൾക്ക് ഈ പറഞ്ഞ കുറച്ചുകൂടി വലിയ എഞ്ചിനായിരിക്കും, അതിൽ ഈ പറഞ്ഞ ഫ്യൂൽ ഫിൽറ്റർ അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറച്ച് എക്സ്ട്രാ കോമ്പോണൻസ് ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ഈ സർവീസ് കോസ്റ്റ് കൂടുതൽ വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് 2 സർവീസ് കൂടുമ്പോഴാണ് ഡീസൽ ഫിൽറ്റർ മാറേണ്ടത്. ഡീസൽ ഫിൽറ്ററിന് മാത്രം 2000 രൂപ വില വരുന്നുണ്ട്. അതേസമയം എൻ്റെ പെട്രോളിനാണെങ്കിൽ ഡീസൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, എനിക്കത് മാറേണ്ട ആവശ്യമില്ല. അപ്പൊ ആ 2000 രൂപ മാറേണ്ട ആവശ്യം എക്സ്പെൻസ് വരുന്നില്ല. പക്ഷേ മൈലേജിന്റെ കേസ് വരുമ്പോൾ ഈ ഒരു സെയിം വരണ ഇതിപ്പോ ഒരു 18-19 ലോങ്ങിൽ ഒരു 20 കിട്ടുമെന്നുണ്ടെങ്കിൽ, അതേസമയം പെട്രോളിന്റെ കേസിൽ വരുമ്പോൾ 10-12 കിട്ടുള്ളൂ. പിന്നെ അപ്പൊ അങ്ങനെയാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡീസൽ വണ്ടി എടുത്തു, ഈ പറഞ്ഞ പോലെ നമ്മൾ എബ്രോഡ് പോവുകയാണ്, വണ്ടി വലിയ ഓടാതെ കടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ കൂട്ടുകാരൻ്റെ i20യുടെ കേസ് പറയും പോലെ അതിന്റെ ക്ലച്ച് കാര്യങ്ങളെല്ലാം ടൈറ്റ് ആവും. മീൻസ് ഇപ്പൊ എന്റെ വണ്ടി ഇപ്പം സ്റ്റിൽ റണ്ണിങ് എന്ന് പറയുമ്പോൾ 70,000 ഓൾമോസ്റ്റ് ആവാറായി.
ഇതുവരെ ക്ലച്ച് ഒന്നും മാറിയിട്ടില്ല. കാരണം വണ്ടി നല്ല അത്യാവശ്യം ഓട്ടം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരൻ്റെ 45,000 ക്ലച്ച് മാറേണ്ടി വന്നു. കാരണം അവന്റെ ഓട്ടം കുറവായതുകൊണ്ട് ക്ലച്ച് മാറേണ്ടി വന്നു. ക്ലച്ച് ടൈറ്റ് ആവും. ഓൾമോസ്റ്റ് എല്ലാ ഡീസൽ വണ്ടികൾക്കും അങ്ങനെയാണ്. പിന്നെ വൈബ്രേഷന്റെ കേസ് പറഞ്ഞാല് കുറെ പേര് പറയുന്നതാണ് ഡീസൽ വണ്ടി ഭയങ്കര വൈബ്രേഷനാണ്. വൈബ്രേഷൻ വരും, കാരണം ഡീസൽ വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ എഞ്ചിനാണ്. വലിയ എഞ്ചിനാകുമ്പോൾ അതിന്റേതായ വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ അതേപോലെ കുറച്ച് ഇപ്പോഴും ഇറങ്ങുന്ന വണ്ടികളിലൊന്നും അധികം അങ്ങനെ വൈബ്രേഷൻ ഒന്നും നമ്മൾ അറിയുന്നില്ല. ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാകും. ആ ഒരു സൗണ്ട് എൻജോയ് ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമായിരിക്കും. ചെറിയൊരു ഡീസൽ വണ്ടികൾക്ക് സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും പെട്രോളിനെ കമ്പയർ ചെയ്യുമ്പോൾ. പെട്രോൾ വണ്ടി കുറച്ചുകൂടി സൈലന്റ് ആയിരിക്കും. നമ്മൾ ഓൺ ആണോ ഓഫ് ആണോ ഒന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക് സൗണ്ട് കേട്ടിട്ട്. അപ്പൊ നിങ്ങളൊരു കാർ എടുക്കാതിരിക്കുവാണെങ്കിൽ ഫസ്റ്റ് നോക്കുക നിങ്ങളുടെ യൂസ് എന്താണ്. പിന്നെ ഓരോ പാരാമീറ്റേഴ്സ് പറയാം. ഒന്ന്, നമുക്ക് ഡെയിലി അല്ലെങ്കിൽ മാസം അത്യാവശ്യം ഓട്ടം ഉണ്ടോ. നമ്മൾ റെഗുലർലി എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ഒരുപാട് ഓടണമെന്നില്ല. അത്യാവശ്യം ഓടുക, ഒരു 10 കിലോമീറ്റർ എങ്കിലും വല്ല ഇടയ്ക്കിടയ്ക്ക് ഓടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. റെഗുലർലി ഓടുന്നുണ്ടോ എന്ന് നോക്കുക. മൈലേജ് നിങ്ങളുടെ ഒരു കൺസേൺ ആണോ എന്ന് നോക്കുക. എന്നുണ്ടെങ്കിൽ ഡീസൽ എടുക്കുക. ഇല്ല നിങ്ങൾക്ക് വല്ലപ്പോഴും ഓട്ടം ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡാണ്, നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ ഓടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പെട്രോൾ എടുക്കുക. പിന്നെ നമ്മളിപ്പോൾ പുതിയ വണ്ടികളുടെ കേസിൽ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡീസൽ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ പെട്രോൾ വണ്ടിക്ക് വില കുറവായിരിക്കും. ഒരു 1,00,000 രൂപയുടെ ഡിഫറൻസ് എന്തായാലും വരും ഏതൊരു വണ്ടി ചൂസ് ചെയ്താലും. പിന്നെ ഇപ്പം കറന്റ്ലി ഡീസൽ വണ്ടി ഇറക്കുന്ന ബ്രാൻഡുകൾ കുറവാണ്. അപ്പം അതാണ് മെയിൻ ഡിഫറൻസ്. അപ്പൊ നിങ്ങളുടെ പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണോ എടുക്കാം, കുഴപ്പമില്ല. നമ്മള് വീഡിയോസ് കൂടുതലും മിഡിൽ ക്ലാസ് ഫാമിലീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു വലിയൊരു ബിഗ് വണ്ടിയാണെങ്കിൽ പോലും, ഇപ്പം SUV പോലൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ പോലും പെട്രോളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് മുടിയേണ്ട ഒരു അവസ്ഥ വരും. 6-7 ആയിരിക്കും മൈലേജ്. പക്ഷേ ഡീസലാകുമ്പോൾ ഒരു 12 നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 13-14 വരെയൊക്കെ കിട്ടും വലിയ വണ്ടിയുടെ കേസിൽ. കാറിന്റെ കേസിലും അതേപോലെയാണ്. നമ്മളൊരു ഡീസൽ വെഹിക്കിൾ, ഇപ്പം സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും ഡീസൽ ആണെങ്കിൽ ഒരു 22-24 മൈലേജ് കിട്ടും സുഖമായിട്ട്, നല്ല രീതിയിൽ ഓടിച്ച പോട്ടെ. ഒരു 20 മേളിൽ എന്തായാലും കിട്ടും. അതേ സ്വിഫ്റ്റ് പെട്രോൾ ആണെങ്കിൽ നമുക്കൊരു 14-15 കിട്ടുള്ളൂ. ഒന്നും വേണ്ട. നമ്മുടെ ഈ ഹ്യുണ്ടായില് പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. സീനെന്ന് പറഞ്ഞാൽ വണ്ടി നല്ലതാണ്, മൈലേജ് ഭയങ്കര ഷോക്കുമാണ്. കാരണം ഇപ്പം വെർണ ആണെങ്കിൽ പോലും 9-10. ഇപ്പൊ വെർണ ഇത്ര വലിയ വണ്ടി എന്നെങ്കിലും പറയാം. ഇയോൺ i10 ആണെങ്കിൽ പോലും നമുക്കൊരു 12 കിട്ടുള്ളൂ മൈലേജ്. ഇത്രയും ചെറിയ വണ്ടി ആയിട്ട് പോലും നമുക്ക് അത്ര കിട്ടും. അതേസമയം നമ്മളൊരു BMW 3 സീരീസ് ഡീസലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വരെ 16-17 മൈലേജ് കിട്ടും. BMW അത്രയും പവർ ഉണ്ടായിട്ട് പോലും. പിന്നെ നമുക്ക് ഡീസൽ വണ്ടികൾക്ക് ടോർക്ക് കൂടുതലായിരിക്കും എപ്പോഴും. ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ വെർണയുടെ കേസ് പറയണമെങ്കിൽ നമ്മളൊരു ഓടിപ്പോയി ഒരു കയറ്റം കയറുകയാണെങ്കിൽ നമ്മൾ ആ തേർഡ് ഗിയറിൽ പോവുകയാണെങ്കിൽ തേർഡ് ഗിയറിൽ തന്നെ ചുമ്മാ അങ്ങ് കയറി പോകാം. നമ്മൾ ഈ ബുള്ളറ്റിന്റെ കേസ് പറയുമ്പോൾ ആ ടോർക്ക് കൂടുതലായിരിക്കും. പെട്രോൾ വണ്ടികൾക്ക് ആ ടോർക്ക് ഡീസലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷെ സ്പീഡ് കയറുന്നത്, സ്പീഡും ടോർക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ടോർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പുള്ളിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അത് ഡീസൽ വണ്ടിക്ക് കൂടുതലായിരിക്കും. ഏത് കുത്തിയേറ്റത്തും നമ്മളിങ്ങനെ വലിഞ്ഞ് കയറിപ്പോകും. പെട്രോൾ വണ്ടി കയറത്തില്ലെന്നല്ല, പക്ഷെ പെട്രോൾ വണ്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ടോർക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പിന്നെ നമ്മളിപ്പം ഗിയർ ചേഞ്ച് എനിക്ക് തോന്നുന്നു പെട്രോൾ വണ്ടികൾക്ക് കൂടുതലായിരിക്കും. നമ്മളൊരു കയറ്റം കയറണമെങ്കിൽ ഉടനെ ഗിയർ ഡൗൺ ചെയ്യണം, അങ്ങനെയൊക്കെ. ഡീസൽ വണ്ടി ഇപ്പൊ ഇറങ്ങുന്ന അത്യാവശ്യം മോഡേൺ ഡീസൽ വണ്ടികളൊക്കെ ആണെങ്കിൽ ആ പോകുന്ന ഓട്ടത്തിൽ തന്നെ അങ്ങ് കാലെത്തി ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ കയറി പൊയ്ക്കോളും. അപ്പൊ അങ്ങനെയൊക്കെ ഓട്ടിക്കുന്നതിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഡീസൽ വണ്ടി ഇപ്പോൾ ഒരു പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡീസൽ വണ്ടിയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഓഫായി പോകാറില്ല. പക്ഷെ പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് ഓഫായി പോകും. അല്ലെങ്കിൽ നമ്മളിപ്പം ഡീസൽ വണ്ടിയാണെങ്കിൽ നമ്മൾ ക്ലച്ച് AC ഒക്കെ ഓൺ ആണ്, ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിക്കോളും. നമുക്ക് ഈ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പെട്രോൾ വണ്ടി കുറച്ചുകൂടി നല്ല അഡ്ജസ്റ്റ് ചെയ്തെടുത്താലേ നമുക്ക് ഓഫ് ആവാതെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തര കാഴ്ചപ്പാടാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കൂടെ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടാവും, പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. കാരണം നമുക്കൊരു ഡിസ്കഷനാണ് വേണ്ടത്. അത് ഒരുപാട് പേർക്ക് കമന്റ് വായിക്കുന്നതിലൂടെയും ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ.